CPM മുതുകുളം ലോക്കൽ കമ്മിറ്റി മുൻ ദേശീയ ഗുസ്തി താരം കൃഷ്ണപ്രിയയ്ക്ക് ബഹുജന പങ്കാളിത്തത്തോടെ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽദാനം നടന്നു. സാംസ്കാരിക ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. കേരളത്തിൽ ഭവനരഹിതരായ മുഴുവൻ ആളുകൾക്കും വീടുകൾ നിർമ്മിച്ചു നൽകുകയാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. മുൻ ദേശീയ ഗുസ്തി താരം കൃഷ്ണപ്രിയയ്ക്കായി CPM മുതുകുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽദാനം നടന്നു. സാംസ്കാരിക ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഭവനരഹിതരായ മുഴുവൻ ആളുകൾക്കും വീട് നിർമ്മിച്ചു നൽകുക എന്നതാണ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഭവനരഹിതരായവരുടെ എണ്ണം ആദ്യത്തെ സർവേയിൽ 7 ലക്ഷമായി. ലൈഫ് മിഷൻ വഴിയും പട്ടികജാതി വകുപ്പിന്റെ നേതൃത്വത്തിലും ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പുനർഗേഹം വഴിയും ഏതാണ്ട് 5 ലക്ഷത്തോളം വീടുകൾ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഗവൺമെന്റ് ചെയ്യുന്നത് കൂടാതെ തന്നെ ധാരാളം സന്നദ്ധ പ്രസ്ഥാനങ്ങൾ ആയിരക്കണക്കിന് വീടുകൾ കേരളം നിർമ്മിച്ചിരുന്നു. ഇത് കോൺഗ്രസ് പ്രഖ്യാപിച്ച 1000 വീട് പ്രഖ്യാപിച്ചിട്ട് ഒരു വീട് പണിത് കൊടുക്കാത്തവരല്ല. ഇത് പ്രഖ്യാപിച്ചാൽ ആ പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് മുതുകുളത്തിൽ നടന്നിരിക്കുന്നത്. സഹകരണ വകുപ്പ് ഇതുപോലെ തന്നെ 2000 വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചു. അവർ 2000 കഴിഞ്ഞപ്പോൾ 2200 ആയി. ഓരോ സ്ഥാപനങ്ങളും വ്യക്തികളും സർക്കാർ ഇതരമായിട്ടുള്ള തരത്തിൽ വീട് നിർമ്മിക്കുന്നു. ഇപ്പം നമ്മൾ വലിയൊരു ദുരന്ത മുഖത്താണ് വയനാട്. വേദനാജനകമായ ഒരു പ്രയാസകരമായ അന്തരീക്ഷത്തിലാണ്. കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചൊരു ടൗൺഷിപ്പ് തന്നെ നിർമ്മിക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. കാരണം ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരായിരിക്കുകയാണ്. അപ്പം നിലവിൽ നമുക്കുള്ള പ്രശ്നത്തോടൊപ്പം പുതിയ പ്രയാസങ്ങൾ കൂടി കടന്നു വരികയാണ്. 1957 EMS ഗവൺമെന്റ് ആദ്യത്തെ ക്യാബിനറ്റിലെ ഒന്നാമത്തെ തീരുമാനം നമ്മുടെ കേരളത്തിലെ ഭൂമിയില്ലാത്തവരും ഭൂമി കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമായിരുന്നു. കുടികളപ്പവകാശം ജന്മാവകാശം പ്രഖ്യാപിച്ചു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തനാകാനും ശ്രീനാരായണ ഒരു ചുമ്മാ പറഞ്ഞതല്ല. കാരണം വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയായിരുന്നത്. അന്ന് ഫീസ് കൊടുത്തവരും പഠിക്കാൻ കഴിവുള്ള ആ സമൂഹത്തിന്റെ പിന്നോക്ക നിരവധി വിഭാഗത്തിൽ സ്കൂളിൽ പോയി പഠിക്കാൻ കഴിയില്ലായിരുന്നു. അത് സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ല. ഇതെല്ലാം പറയാൻ കാര്യം, പുതിയ കാലം വന്നപ്പോൾ, നമ്മളെപ്പോലുള്ള പുതിയ തലമുറ വന്നപ്പോൾ ഇന്നലകളിലെ കഷ്ടതയും പ്രയാസവും യാഥാർത്ഥ്യങ്ങളും നമ്മളൊക്കെ മറന്നുപോകുന്നു. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. പഴയ പാർട്ടി പ്രവർത്തകർ നേതാക്കന്മാരുടെ ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകൾ ഒന്നും ആഗ്രഹിച്ചല്ല ഈ പ്രസ്ഥാനത്ത് വന്നത്. ഒന്നും നേടിയല്ല അവർ പോയത്. പക്ഷെ അവര് കാത്തു സൂക്ഷിച്ചൊരു കടമയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തിന്റെ മാറ്റത്തിന് വേണ്ടി നടത്തിയ ഒരു സേവനമുണ്ട്, സംഭാവന. അതാണ് കേരളം ഇങ്ങനെ അറിയുന്നത്. സംസ്ഥാനത്ത് ഭവനരഹിതരുടെ എണ്ണം ആദ്യത്തെ സർവേയിൽ 7 ലക്ഷമായിരുന്നു. ലൈഫ് മിഷൻ വഴിയും പട്ടികജാതി വകുപ്പിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും പുനർഗേഹം പദ്ധതി വഴിയും 5 ലക്ഷത്തോളം വീടുകൾ സർക്കാർ നിർമ്മിച്ചു കഴിഞ്ഞു. സർക്കാർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കൂടാതെ സന്നദ്ധ സംഘടനകൾ ആയിരക്കണക്കിന് വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം എടുത്ത കണക്ക് പ്രകാരം വാസയോഗ്യമായ വീടുകൾ 7 ലക്ഷത്തോളം വേണം. ഈ സർക്കാർ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തോടെ നിർമ്മാണം നടത്തി വരികയാണ്. കൂടാതെ നിരവധി ഫ്ളാറ്റുകളുടെയും നിർമ്മാണം നടക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇതിനുവേണ്ടിയുള്ള പണം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. 2500 വീടുകളാണ് CPM നിർമ്മിച്ചു നൽകുന്നത്. ഇതിൽ 2300 വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. CPM ജില്ലാ കമ്മിറ്റി അംഗം M. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന CPM പ്രവർത്തകരെ CPM ജില്ലാ സെക്രട്ടറി R. നാസർ ആദരിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് KH ബാബുജാൻ, M. സത്യപാലൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ N. സജീവൻ, C. ശ്രീകുമാർ ഉണ്ണിത്താൻ, കാർത്തികപ്പള്ളി ഏരിയ സെക്രട്ടറി V. K. സഹദേവൻ, മുതുകുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K. S. ഷാനി, R. ഗോപി, K. വാമദേവൻ, K. ഉദയഭാനു തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ് കായംകുളം.